Hi dear friends, നമുക്കിന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലേക്കാണ് കടക്കുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഇംഗ്ലീഷ് ഭാഷ പഠിക്കുമ്പോൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മേഖല എന്ന് പറഞ്ഞാൽ ഒരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ അതിലെ വാക്കുകളുടെ കുടുംബക്കാരാരൊക്കെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു സെന്റൻസ് എടുത്തു കഴിഞ്ഞാൽ ആ വാക്കുകളിലെ കുടുംബക്കാരാരൊക്കെയാണ് എന്ന് ബോധ്യപ്പെടണം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഹീ ഈസ് ഗോയിങ് ടു ദ ഷോപ്പ് എന്ന് പറയുമ്പോൾ അവിടെ ഹീ ഉണ്ട്, ഈസ് ഉണ്ട്, ഗോയിങ് ഉണ്ട്, ടു ഉണ്ട്, ദി ഉണ്ട്, ഷോപ്പുണ്ട്. അപ്പോൾ ഈ വാക്കുകളെല്ലാം പല പല കുടുംബങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അങ്ങനെ പല പല കുടുംബങ്ങളിൽ നിന്ന് വന്ന ഒരു സെന്റൻസായിട്ട് രൂപീകൃതമായിരിക്കുന്നത് അത് ഈ വാക്കുകളുടെ പ്രയോഗങ്ങൾ എന്താണ്, ഈ വാക്കുകൾ എന്തുകൊണ്ടാണ് ഇவ்விധത്തിൽ അടങ്ങിയിരിക്കുന്നത് ഇത്യാദി കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ അടിസ്ഥാനം തൊട്ട് തുടങ്ങണം. അതുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അടിസ്ഥാനപരമായി തന്നെ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ പാർട്സ് ഓഫ് സ്പീച്ച്. പാർട്സ് എന്ന് പറയുന്നത് ഭാഗങ്ങൾ, സ്പീച്ച് എന്ന് പറയുന്നത് ലാംഗ്വേജ്, ഭാഷയുടെ ഭാഗങ്ങൾ. അപ്പോൾ ഈ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചൊരു ശരിയായൊരു ധാരണ ഉണ്ടാകുകയാണെങ്കിൽ നമുക്ക് പിന്നീടുള്ള പഠനം വളരെ വളരെ എളുപ്പമായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഈ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ച് പഠിക്കുന്നത്. പല ആൾക്കാരും നല്ലോണം സംസാരിക്കാറുണ്ട് ഇംഗ്ലീഷിൽ, പക്ഷേ അവർക്ക് അത് എவ்விധമാണ് അവർ പറയുന്ന സെൻറ്റൻസുകൾ അടങ്ങിയിരിക്കുന്നത് എന്നറിയാൻ പറ്റുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പരിചയിച്ച ആ ഒരു സെൻറ്റൻസിലുപരിയായിട്ട് മറ്റൊരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ അവർക്ക് പലപ്പോഴും കഴിയാറുമില്ല. അത് കേട്ട് പഠിച്ച തത്തമ്മ പൂച്ച പോലെയാണ് അവർ പലപ്പോഴും സംഭാഷണങ്ങൾ പഠിച്ചു വെക്കുന്നത്. അപ്പോൾ അവരുടെ സംഭാഷണം കേട്ട് കഴിഞ്ഞാൽ നമ്മൾ ആലോചിക്കും, ഇത് വളരെ ഭംഗിയായിട്ട് അവർ സംസാരിക്കുന്നുണ്ടല്ലോ. പക്ഷേ മറ്റൊരു വിധത്തിൽ നമ്മൾ പരിശോധിക്കാൻ നേരത്ത് ഒരു അത്യാവശ്യം ഒരു മെയിൽ അയക്കാനോ, അത്യാവശ്യം ഒരു കത്ത് അയക്കാനോ, അത്യാവശ്യം ഒരു മെസ്സേജ് അയക്കാനോ അവർക്ക് കഴിയാറില്ല എന്നുള്ളതാണ്. കാര്യം എന്താണ്? സ്വന്തമായി സെൻറ്റൻസ് ഉണ്ടാക്കുവാൻ അവർക്ക് കഴിയാറില്ല. അതിന് പരിഹാരമായിട്ടാണ് നമുക്കെല്ലാവർക്കും സ്വന്തമായൊരു സെൻറ്റൻസ് ഉണ്ടാക്കണം. പരീക്ഷകൾക്കെല്ലാം വരുന്നത് സ്വാഭാവികമായിട്ടും എങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷനിൽ നിങ്ങൾ അതിനെ നോക്കിക്കാണുന്നു എന്നതിനെ ആശ്രയിച്ചാണ് അവരെ ചോദ്യങ്ങൾ ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് സെൻറ്റൻസുകൾ ഉണ്ടാക്കേണ്ടി വരും. തുടർന്നുള്ള എല്ലാ ക്ലാസ്സുകളിലേക്കും നമുക്ക് സ്വന്തമായി സെൻറ്റൻസുകൾ ഉണ്ടാക്കി വരും. ഇനി PSC പഠനത്തിലും നമുക്ക് ഇவ்விധത്തിൽ ഈ കാര്യങ്ങൾ അറിഞ്ഞാൽ മാർക്ക് ഉറപ്പായിട്ട് നമുക്ക് വാങ്ങാനായിട്ട് പറ്റും. എന്തായാലും ശരി, നമുക്കൊന്ന് പഠിച്ചു കളയാം. പാർട്സ് ഓഫ് സ്പീച്ച് എന്ന് പറഞ്ഞാൽ 8 പേരുണ്ട്. ആരൊക്കെയാണ് ഈ പാർട്സ് ഓഫ് സ്പീച്ച്? 1 നൗൺസ്, 2 പ്രോനൗൺസ്, 3 അഡ്ജക്റ്റീവ്സ്, 4 വെർബ്സ്, 5 ആഡ്വെർബ്സ്, 6 പ്രിപ്പോസിഷൻസ്, 7 കൺജങ്ഷൻസ്, 8 ഇൻ്റർജെക്ഷൻസ്. അങ്ങനെ നൗൺസ്, പ്രോനൗൺസ്, അഡ്ജക്റ്റീവ്സ്, വെർബ്സ്, ആഡ്വെർബ്സ്, പ്രിപ്പോസിഷൻസ്, കൺജങ്ഷൻസ് ആൻഡ് ഇൻ്റർജങ്ഷൻസ്, ഈ കുടുംബക്കാരെ കൊണ്ടാണ് ഇംഗ്ലീഷ് ഭാഷയിൽ എല്ലാ സെൻറ്റൻസുകളും രൂപീകൃതമായിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാക്ക് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവർ ഈ ഏതെങ്കിലും ഒരു കുടുംബത്തിലെ ഒരു അംഗമായിരിക്കും. അത് തിരിച്ചറിയാനും അതെവിടെ വരണമെന്നും അറിയുമ്പോൾ നമ്മൾ പക്കയാകും. എന്ന് പറഞ്ഞാൽ ഈ പാർട്സ് ഓഫ് സ്പീച്ചിനെ കുറിച്ചൊരു ധാരണയില്ലെങ്കിൽ നമുക്ക് ശരിയായ രീതിയിൽ ഇവയെ ഉപയോഗിക്കാനായിട്ട് പറ്റില്ല. നമുക്കതൊന്ന് ഒന്നുകൂടെ മനസ്സിലാക്കിയെടുക്കാം. നൗൺസ് എന്ന് പറഞ്ഞാൽ നാം ഏതെങ്കിലും ഒരു വസ്തുവിന് കൊടുത്തിരിക്കുന്ന പേരാണ്, ഒരാൾക്ക് കൊടുത്തിരിക്കുന്ന പേരാണ്, ഒരു സ്ഥലത്തിന് കൊടുത്തിരിക്കുന്ന ഒരു പേരാണ്, ഒരാശയത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ്. ആ ആളെന്ന് പറയുന്നത് എന്താണ്? ഇപ്പോൾ രാജു എന്നും പറയുന്ന ഒരാൾ വന്നു. അപ്പോൾ അയാൾ നമ്മൾ കൊടുത്തിരിക്കുന്ന പേരാണ് രാജു. രാജുവിന് തന്നെ നമുക്ക് മാൻ എന്ന് വിളിക്കാം, അതും ഒരു നൗണാണ്. പിടികിട്ടിയോ? അപ്പം മാൻ എന്ന് വിളിച്ചാലും രാജു എന്ന് വിളിച്ചാലും അതൊരു നൗണാണ്. ആലപ്പുഴ എന്ന് വിളിച്ചാലും പ്ലേസ് എന്ന് വിളിച്ചാലും ഡിസ്ട്രിക്റ്റ് എന്ന് വിളിച്ചാലും അതൊക്കെ നൗണാണ്. അപ്പോൾ ബോയ് ഒരു നൗണാണ്, സ്വർണം, ഗോൾഡ്, സിൽവർ അതൊക്കെ നൗണാണ്. എലിഫൻറ്റ്, ആന, ഡീർ, മാൻ, അതുമല്ലെങ്കിൽ ഷീപ്പ്, ആട്, അതുമല്ലെങ്കിൽ മദർ, ഫാദർ, ലവ്, കറേജ്, ആങ്കർ, ഇതൊക്കെ എന്താണ്? നാമങ്ങൾ തന്നെയാണ്.
അപ്പോൾ നാമം എന്ന് പറയുന്ന ഒരു ആശയത്തിനോ ഒരു വസ്തുവിനോ ഒരു ആൾക്കോ ഒരു സ്ഥലത്തോ നമ്മൾ കൊടുക്കുന്ന പേരിന് വിളിക്കുന്ന പേരാണ് നാമം. അടുത്തത് എന്താണ്? പ്രോനൗൺ. എന്താണ് പ്രോനൗൺ എന്ന് പറയുന്നത്? ഈ നാമത്തിൽ നമ്മൾ എപ്പോഴും രാജു 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 എന്ന് പറഞ്ഞ് ഉപയോഗിക്കാൻ പാടില്ല. രാജു ഈസ് മൈ നൈബർ, രാജു ഈസ് എ ഡ്രൈവർ, രാജു ഹാസ് എ ഫാമിലി, രാജു ഗോസ് ടു ഹിസ് വർക്ക് അറ്റ് 9 o'clock in the morning എന്നൊക്കെ ഞാൻ പറഞ്ഞ് രാജു രാജു എന്ന് കേൾക്കാൻ നേരത്ത് നിങ്ങൾക്ക് തന്നെ ഒരു വല്ലായ്മ തോന്നും. അതിന് പകരം ആ വല്ലായ്മ ഒഴിവാക്കുന്നതിന് വേണ്ടി നാമത്തിന് പകരം സർവമായി ഉപയോഗിക്കുന്ന നാമത്തെ നമ്മൾ വിളിക്കുന്നതാണ് സർവനാമം അഥവാ പ്രോനൗൺസ്. ഇപ്പം രാജു നമുക്ക് ഹി എന്ന് വിളിക്കാം, റാണിയെ നമുക്ക് ഷീ എന്ന് വിളിക്കാം. പിന്നീട് അല്ലേ നമ്മൾ ആ രാജുവും റാണിയും അവരുടെ കുട്ടികളൊക്കെ നമുക്ക് അവർക്ക് ദേ എന്ന് വിളിക്കാം. ഒരു എന്താണ് പ്ലൂറലാ. ഒരു പട്ടിക്കുഞ്ഞിനെ നമുക്ക് ഇറ്റെന്ന് വിളിക്കാം, ഒരു പുസ്തകത്തെ നമുക്ക് ഇറ്റെന്ന് വിളിക്കാം. ഒരു വണ്ണെന്നും പറഞ്ഞ് നമുക്കൊരു സെൻറ്റൻസ് ആരംഭിക്കാം. ഏതെങ്കിലും ഒന്ന് എന്നൊരർത്ഥത്തിൽ വണ്ണ് നമുക്കൊരു പുസ്തകമാകാം, അത് വേറെ എന്ത് വേണേലും, മനുഷ്യരാകാം, ആശയമാകാം, എന്തു തന്നെ ആയാലും അതിനെ വണ്ണെന്ന് വിളിക്കാം. ഐ എന്ന് പറയുന്ന പ്രോനൗണും വി എന്ന് പറയുന്ന പ്രോനൗണുമാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഇതിന് വിളിക്കുന്ന പേരാണ്, ഐയും വിയും വിളിക്കുന്ന പേരാണ് ഫസ്റ്റ് പേഴ്സൺ. യുവിനെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് പേഴ്സൺ. നമ്മൾ രണ്ടാമതൊരാളോടല്ല സംസാരിക്കുന്നത്, അപ്പോൾ അയാളാണ് യു. അയാളെ വിളിക്കുന്ന പേരാണ് സെക്കൻഡ് പേഴ്സൺ. ബാക്കിയെല്ലാം ദയും ഷീയും ഹീയും ഇറ്റും വണ്ണും നമ്മൾ അറിയപ്പെടുന്നത് തേർഡ് പേഴ്സൺ. അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ എന്താണ്, ഒരു ഭാഷയിൽ, ഇംഗ്ലീഷ് ഭാഷയിൽ ഒരു സെൻറ്റൻസിലുള്ള എല്ലാ വാക്കുകൾക്കും ഒരു കുടുംബ പേരുണ്ട്. അത് നാമരൂപത്തിൽ വന്നാൽ നൗൺസ്, അതിന് പകരം സർവമായി അത് ആ നാമത്തെ തന്നെ കാണിക്കാൻ നമുക്ക് പ്രൊനൗൺസ്, സർവനാമങ്ങൾ ഉപയോഗിക്കാം. ഇതെന്തിനാണ് ഇത് ഉപയോഗിക്കുന്നത്? ഇത് സബ്ജക്റ്റായിട്ട് ഉപയോഗിക്കാനാണ്. ഒരു സെൻറ്റൻസ് ഉണ്ടാക്കാൻ നേരത്ത് വളരെ പ്രധാനപ്പെട്ട ആളാണ് ഈ സബ്ജക്റ്റ് എന്ന് പറയും. ഓബ്ജക്റ്റായിട്ടും ഇതിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത് രണ്ടും വളരെ പ്രധാനമല്ലേ? വളരെ പ്രധാനപ്പെട്ട ആളാണ്. അപ്പോൾ അഡ്ജക്റ്റീവ്സ് എന്താണ്? നാമത്തെ വിശേഷിപ്പിക്കുന്ന പദം. അതാരാണ്? ഇപ്പം ഞാൻ പറയണം ബോയ് എന്ന് പറയുന്നു. ബോയ്, അവനെ ഞാൻ വിശേഷിപ്പിക്കാൻ പോവുകയാണ്. എന്താണ്? സ്മാർട്ട് ബോയ്. എന്താണ് ബോയെ ഞാൻ വിശേഷിപ്പിക്കുന്നത്? സ്മാർട്ട് എന്ന് പറയുന്ന ഒരു പദം കൊണ്ട് വിശേഷിപ്പിച്ചു. ഗേൾ, ഒരു പെൺകുട്ടിയെ നമ്മൾ വിശേഷിപ്പിക്കാൻ പോവാണ്, ഗുഡ് ഗേൾ. കണ്ടോ? ആ ഗുഡ് എന്ന് പറയുന്ന ഒരു നാമം കൊണ്ട്, ഒരു പദം കൊണ്ട് നമ്മൾ ഉപയോഗിച്ചു. ആ പദത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്സ്. ഉദാഹരണത്തിന് എന്താണ്? ലൈറ്റ്. ലൈറ്റ് എന്നൊരു പദം. ബ്രൈറ്റ് ലൈറ്റ്. അപ്പോൾ ബ്രൈറ്റ് എന്നുള്ള പദം ഏതാണ്? അഡ്ജക്റ്റീവ്സിൽ പെടുന്ന ആളാണ്. ഷർട്ട്, റെഡ് ഷർട്ട്. അപ്പോൾ റെഡ് എന്ന് പറയുന്ന പദം ഏതാണ്? ആ ഷർട്ടിനെ വിശേഷിപ്പിച്ചതാണ്. അതുകൊണ്ട് അതിനെ വിളിക്കുന്ന പേരാണ് അഡ്ജക്റ്റീവ്സ്. അപ്പം നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചില്ലേ? ഈ അഡ്ജക്റ്റീവ്സ് എല്ലാം നാമത്തിൻ്റെ അടുത്താണ് വരുന്നത് അല്ലേ? അങ്ങനെ അഡ്ജക്റ്റീവ്സ് ആരാണെന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് ആ സെൻറ്റൻസിൽ അത്തരം പദങ്ങൾ എവിടെ വെക്കണമെന്ന് നമുക്ക് ശരിയായൊരു ധാരണയുണ്ടാകും. അതുകൊണ്ടാണ് നമ്മൾ ഈ പാർട്സ് ഓഫ് സ്പീച്ച് പഠിക്കും. പറഞ്ഞു മനസ്സിലായി? ഇപ്പോൾ എന്താണ്, ആ ഒരു ഹോഴ്സ് എന്ന് പറയുന്ന നാമത്തെ ഞാൻ, ഹോഴ്സ് എന്ന് പറയുന്നത് കുതിരയെ നമ്മൾ വിശേഷിപ്പിക്കാൻ പോവാണ്. എ നോബിൾ ഹോഴ്സ്. അപ്പോൾ എന്താണ് നോബിൾ ഹോഴ്സ് എന്ന് പറയുന്നത്? എന്താണ്? ആ നോബിൾ എന്നുള്ള പദം കുതിരയെ വിശേഷിപ്പിച്ചതാണ്. അതുകൊണ്ട് ആ നോബിൾ ആരാണെന്ന് ചോദിച്ചാൽ അഡ്ജക്റ്റീവാണ്. അതെവിടെയാ വന്നതെന്ന് ധരിക്കുമ്പോഴാണ് സെൻറ്റൻസ് നിങ്ങൾക്കുണ്ടാക്കാൻ കഴിയുന്നത്. നോക്കൂ, അടുത്തത് നോക്കാം. അപ്പോൾ നൗൺസ്, പ്രോനൗൺസ്, അഡ്ജക്റ്റീവ്സ്. പിന്നെന്താണ്? അഡ്ജക്റ്റീവ്സിൻ്റെ ഉദാഹരണം ഗുഡ് ഉണ്ട്, ബാഡ് ഉണ്ട്, ഹാപ്പി ഉണ്ട്, ഡൾ ഉണ്ട്. ഐ ആം ഹാപ്പി അല്ലേ, ഞാൻ വളരെ ഹാപ്പിയാണ്. അപ്പോൾ എന്നെ വിശേഷിപ്പിച്ചു. ഷീ ഈസ് വെരി ഹാപ്പി, ഷീയെ വിശേഷിപ്പിച്ചു. ദേ ആർ വെരി ഡൾ, അവർ എന്താണ്, മൂകരാണ്, ശോകരാണ്. വെർബ്സിനെ നോക്കാം. വെർബ് എന്ന് പറയുന്നതാണ് നമ്മുടെ, ഇപ്പോൾ ഒരു വണ്ടി ഓടുകയാണ്, ഒരു തീവണ്ടി ഓടുകയാണെങ്കിൽ അതിൻ്റെ ഇന്ധനം, അതിൻ്റെ ഫ്യൂവൽ, അതിൻ്റെ കറണ്ട് എന്ന് പറയുന്നതാണ് വെർബ്. അത്ര പ്രാധാന്യമുണ്ട്, അല്ല ചലിക്കത്തില്ല. അപ്പോൾ ഒരു സെൻറ്റൻസ് ഉണ്ടാകണം, അല്ല എന്തുണ്ടാകണം? വെർബുണ്ടാകണം. വെർബുണ്ടാകണം. കണ്ടോ? ആ വെർബ് വളരെ പ്രധാനപ്പെട്ട. കം, സ്റ്റഡി, പ്ലേ, ഗോ, ലുക്ക്, അങ്ങനെയുള്ള ഒത്തിരി പദങ്ങൾ, ആയിരക്കണക്കിന് വെർബുകളുണ്ട്. അതൊക്കെ 3 രൂപങ്ങളുണ്ട്, അതൊക്കെ നമ്മൾ പഠിക്കും. അപ്പം വെർബുണ്ട്. പിന്നെന്താണ്? ആഡ്വെർബ്സ് എന്ന് പറയും. ആഡ്വെർബുകൾ എന്താണ്? ഈ വെർബിനെ വിശേഷിപ്പിച്ച് നിൽക്കുന്ന ആൾക്കാരാണ് ആഡ്വെർബ്. നാമത്തെ വിശേഷിപ്പിക്കുന്നത് നാമവിശേഷണങ്ങൾ, അഡ്ജക്റ്റീവ്സ്.
വെർബിനെ വിശേഷിപ്പിക്കുന്നത്, ക്രിയയെ വിശേഷിപ്പിക്കുന്നത് ക്രിയാവിശേഷണങ്ങൾ, ആഡ്വർബ്സ്. ആഡ്വർബ്സ് എന്ന് പറയാൻ നേരത്ത് ഷീ ഡ്രോവ്, അവൾ വണ്ടി ഓടിച്ചു. എങ്ങനെ? ഫാസ്റ്റ്. അപ്പോൾ ഓടിച്ചു, എങ്ങനെ ഓടിച്ചു? ഫാസ്റ്റായിട്ട് ഓടിച്ചു. ഓടിച്ചു എന്നുള്ളതിനെ വിശേഷിപ്പിക്കുന്നു ഫാസ്റ്റായിട്ട്. അപ്പോൾ ഫാസ്റ്റ് എന്ന് പറയുന്ന പദം ഏതാണ്? ഫാസ്റ്റ് എന്ന് പറയുന്ന പദമാണ് ആഡ്വർബ്സ്. ഷീ സാങ്, അവൾ പാടി. എങ്ങനെ പാടി? ബ്യൂട്ടിഫുള്ളി, സുന്ദരമായി പാടി. നോക്കൂ, അവൻ നടന്നു. ഹി വോക്ഡ്. എങ്ങനെ നടന്നു? ഹി വോക്ഡ് സ്ലോലി, മെല്ലെ നടന്നു. അപ്പോൾ വോക്ഡ് എന്ന് പറയുന്ന ക്രിയയെ വിശേഷിപ്പിക്കുമ്പോൾ സ്ലോലി കിട്ടി. ഇനി സ്ലോ എന്നെങ്ങനെ എഴുതിപ്പോയാൽ തെറ്റിപ്പോയി, ബ്യൂട്ടിഫുൾ എന്ന് എഴുതിപ്പോയി, ആ സ്ഥാനത്ത് എഴുതിപ്പോയാൽ തെറ്റിപ്പോയി. അതാണ്, തെറ്റാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ ക്രിയയെ വിശേഷിപ്പിച്ച് വരുമ്പോൾ അതിൻ്റേതായ സ്ഥാനങ്ങളുണ്ട്, അതിൻ്റേതായ അർത്ഥങ്ങളുണ്ട്. ആഡ്വർബ്സ് എന്ന് പറഞ്ഞാൽ ക്രിയാവിശേഷണങ്ങൾ. ഫാസ്റ്റ്, ബ്യൂട്ടിഫുള്ളി, സ്ലോലി. പ്രിപ്പോസിഷൻസ് എന്താണ്? നമ്മുടെ ഒരു ഗതി എന്ന് പറയും. പ്രിപ്പോസിഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗതി. എന്താ ഗതി? നമ്മൾ ഒരു ക്രിയ ചെയ്യുമ്പോൾ, ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ അതിനൊരു ചലനം വേണം. അതാണ് ഗതി. ഐ ആം ഗോയിങ് സ്കൂൾ, തെറ്റിപ്പോയി. ഐ ആം ഗോയിങ് സ്കൂൾ, തെറ്റിപ്പോയി. പിന്നെ എന്ത് പറയുന്നത്? നമ്മൾ ഐ ആം ഗോയിങ് ടു സ്കൂൾ. ടു ആണ് എന്ത്? പ്രിപ്പോസിഷൻ എന്ന് പറയുന്നത്. കണ്ടോ? വേർ ഈസ് മൈ മൊബൈൽ? It's in your bag. Oh, where is my mobile? It's in the room. മുറിയിൽ. കണ്ടോ? അപ്പോൾ എവിടെയാണ് എന്ന് കാണിക്കാൻ നമ്മൾ എന്ത് കാണിച്ചു? ഇൻ ചേർത്തു. ഓൺ ദ ടേബിൾ അറ്റ് 5 o'clock for a month with my mother by Tagore, രവീന്ദ്രനാഥ് ടാഗോർ. ഇതൊക്കെ ഒരു ഗതിയല്ലേ കാണിക്കുന്നത്. അതുകൊണ്ട് പ്രിപ്പോസിഷൻസ് ഇംഗ്ലീഷ് ഭാഷയിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. എല്ലാ പരീക്ഷകൾക്കും ചോദിക്കുന്ന ഒരാളാണ് ആര്? പ്രിപ്പോസിഷൻസ്. അത് മറക്കണം. നമ്മൾ വെർബ് പഠിക്കാൻ നേരത്ത് നമ്മൾ തീർച്ചയായിട്ടും ഈ ടെൻസ് പഠിക്കും, അല്ലെങ്കിൽ പാസീവ് വോയിസ് പഠിക്കും, റിപ്പോർട്ട് സ്പീച്ച് പഠിക്കും. പ്രിപ്പോസിഷൻസ് എന്ന് പറയുന്ന പല തരത്തിലുണ്ട്. കൊറിലേറ്റീവ് പ്രിപ്പോസിഷൻസ് ഒക്കെ, അതൊക്കെ നമുക്ക് പിന്നീട് പഠിക്കും. കൺജങ്ഷൻസ്. കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ നിസ്സാര ആളല്ല. കൺജങ്ഷൻ കൂട്ടി കഴിപ്പിക്കുന്ന ആളാണ്. ഇപ്പം ഞാൻ പറയാം, രാജു ഉണ്ട്, രമയും ഉണ്ട്. രാജു രമയെന്ന് പറഞ്ഞ തെറ്റ. രാജു ആൻഡ് രമയെന്ന് പറയും. ഐ എം ടയേർഡാണ്, പക്ഷേ ഞാൻ സ്കൂളിൽ പോയി. പക്ഷേ എന്ന് പറയുമ്പോൾ ഒറ്റ സെൻറ്റൻസിൽ ഞാനതിനെ യോജിപ്പിച്ചു. ഐ വാസ് ടയേർഡ് ബട്ട് ഐ വെന്റ് ടു ദ സ്കൂൾ. ഐ വെന്റ് ടു സ്കൂൾ. ഇതാ വേണ്ട അവിടെ. ഐ വാസ് ടയേർഡ് ബട്ട് ഐ വെന്റ് ടു സ്കൂൾ. ഒരു കുട്ടിയാണെങ്കിൽ അങ്ങനെ പറയും. ഞാനാണെങ്കിൽ ദാ ചേർത്ത് പറയാം. അതൊക്കെ പിന്നീട് പഠിക്കാം. വെൻ ഇറ്റ് റെയിൻഡ്, അല്ലേ, മഴ പെയ്തപ്പോൾ, വി വെയർ റീഡിങ്, ഞങ്ങൾ വായിക്കുക. വി വെയർ റീഡിങ്ങിനെയും ഇറ്റ് റെയിൻഡിനെയും യോജിപ്പിക്കാൻ ചേർത്ത ആളാണ് ഈ വെൻ. ഇഫ് യു സ്റ്റഡി വെൽ യു വിൽ പാസ്. യു വിൽ പാസിനെയും സ്റ്റഡി വെല്ലിനെയും യോജിപ്പിക്കുവാൻ ചേർത്ത ആളാണ് ഇഫ്. നിങ്ങൾ നല്ലോണം പഠിക്കുമെങ്കിൽ നിങ്ങൾ ജയിക്കും. അപ്പോൾ അത്തരം കക്ഷികളെ, അങ്ങനെയുള്ള പദങ്ങളെ, പലതരത്തിലുള്ള പദമുണ്ടേ, അവരെ വിളിക്കുന്ന പേരാണ് കൺജങ്ഷൻസ്. പിടിയിട്ടു. അടുത്തത് ഇൻ്റർജെക്ഷൻസ് എന്ന് പറയും. ഇൻ്റർജെക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് നമുക്കൊരു ഫീലിംഗ് ഉണ്ടായി നമ്മൾ ഉണ്ടാക്കുന്ന ശബ്ദങ്ങളെയാണ് ഇൻ്റർജെക്ഷൻസ്. ഇപ്പം മാംഗോ എന്ന് പറയാൻ നേരത്തൊരു വസ്തുവായിട്ട് നമുക്ക് കാണിക്കാൻ പറ്റും, ഇല്ലേ? മാംഗോ. അല്ലെങ്കിൽ കൊക്കനട്ട് എന്ന് പറയാൻ നേരത്ത് കോക്കനട്ട് എടുത്ത് കാണിക്കും. ദേണ്ട് കോക്കനട്ട് എന്ന് പറയും. ബട്ട് പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ പ്രിൻസിപ്പളിന് ചൂണ്ടി, ഞങ്ങളുടെ പ്രിൻസിപ്പൾ ഇതാ, അല്ലേ? ബുക്ക് എന്ന് പറയുമ്പോൾ നോക്കെടുത്ത് കാണിക്കും. ബുക്ക്. വാവ് എന്ന് ഞാൻ പറഞ്ഞപ്പോൾ അതിനെടുത്ത് കാണിക്കാൻ പറ്റില്ല കേട്ടോ. ഇല്ല, അത്തരം ശബ്ദങ്ങളെയാണ്. ഓ, വാവ്, ഹുരേ, ഹുരേ, ഇറ്റ്സ് എ ഹോളി ഹോളി ഡേ. കേട്ടിട്ടുണ്ടോ? ബോണി എമ്മിൻ്റെ 1960കളിൽ ഇറങ്ങിയൊരു പണ്ട് എന്തായിരുന്നു, കാസറ്റ്. വളരെ നല്ലൊരു പാട്ടാണ്. റാറാ റസ്പുട്ടിനൊക്കെ അതിലുള്ളതാണ്. അതെന്ന് പറയുന്ന പോലെ ഹുരേ ഹുരേ ഇറ്റ്സ് എ ഹോളി ഹോളി ഡേ. അടിപൊളി എന്ന് ആഹ്ലാദത്തിൻ്റെ ശബ്ദമാണ്. അപ്പം അത്തരം ശബ്ദങ്ങളൊക്കെ നമ്മൾ, അത്തരം പദങ്ങളൊക്കെ വരുന്ന കുടുംബം ഇൻ്റർജെക്ഷൻസ്. കണക്റ്റേഴ്സായിട്ട് കൂട്ടിയോജിപ്പിക്കാനായിട്ട് വരുന്ന പദങ്ങൾ വെന്നാകാം, ഇഫാകാം, ആൻഡാകാം, ബിക്വാസ് ആകാം, ഓറാകാം, ബട്ടാകാം. അതൊക്കെ വരുമ്പോൾ അതിന് പേരാണ് കൺജങ്ഷൻസ്.
ഗതിയെ കാണിക്കാൻ നമ്മൾ കാണിക്കുന്ന ഇന്നോണോ അറ്റോ ഫോറോ വിത്തോ ബയ്യോ ഒക്കെ വരാൻ നേരത്തെ അതിനെ വിളിക്കുന്ന പേരാണ് പ്രിപ്പോസിഷൻസ്. ഒരു ക്രിയയെ എപ്രകാരം നിർവഹിക്കപ്പെട്ടു, ഒരു ക്രിയ എപ്രകാരം ചെയ്തു എന്ന് കാണിക്കാൻ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങളാണ് ആഡ്വർബ്സ്. ഫാസ്റ്റ് ആകാം, ബ്യൂട്ടിഫുള്ളി ആകാം, സ്ലോലി ആകാം. വെർബ്സ് എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളാണ്. ഐ ഡു എക്സസൈസ് എവറി മോർണിംഗ്. ഞാൻ എല്ലാ ദിവസവും എക്സസൈസ് ചെയ്യാറുണ്ട്. ഡു, അവിടെ അത് ഡു വെർബാണ്. ഐ സ്റ്റഡി അറ്റ് നൈറ്റ്. ഞാൻ രാത്രിയിലാണ് പഠിക്കുന്നത്. സ്റ്റഡി അവിടെ വെർബാണ്. ഷീ കോൾസ് മീ സംടൈംസ്. ചിലപ്പോഴൊക്കെ അവൾ എന്നെ വിളിക്കാറുണ്ട്. കോൾസ് എന്ന് പറയുന്നത് വെർബാണ് അല്ലേ? കം സ്റ്റഡി പ്ലേ. അജക്റ്റീവ്സ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, നാമത്തെ വിശേഷിപ്പിക്കുന്ന ആളാണ് അല്ലേ? ആ സ്മാർട്ട് ഫോൺ, ഫോണിനെ വിശേഷിപ്പിച്ചു സ്മാർട്ട് എന്ന പദം. അപ്പോൾ ഗുഡും ബാഡും ഹാപ്പിയും ഡള്ളും വരും. ഈ നാമങ്ങൾക്ക് പകരം ഉപയോഗിക്കുന്ന ആളാണ് പ്രൊനൗൺസ്. അത് ഷീ ആകാം, ഹി ആകാം, ഇറ്റ് ആകാം, ദേ ആകാം, വൺ ആകാം, ഐ ആകാം, വി ആകാം, യു ആകാം, ആരുമാകാം. നാമങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ ആശയങ്ങളാകാം, വിഷയങ്ങളാകാം, അല്ലെങ്കിൽ വസ്തുക്കളാകാം, മൃഗങ്ങളാകാം, പക്ഷികളാകാം, ചെടികളാകാം, മനുഷ്യനാകാം. അവൻ്റെയൊക്കെ പേരിനെ കാണിക്കുന്ന നൗൺസ്. ഇപ്പം ഇവന്മാരെ കുറിച്ചൊന്ന് ധാരണ ഉണ്ടാക്കി വെക്കുക. ഇവന്മാരെ ഓരോരുത്തരെയും കുറിച്ച് നമ്മൾ കീറി മുറിച്ച് പഠിക്കാൻ പോവുക. അങ്ങനെയുള്ള പഠനമാണ് ഗ്രാമർ. പിടിയിട്ടു ഗ്രാമർ എന്താണെന്ന് പിടിയിട്ടു. ഇനി ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് ആർക്കൊക്കെ പറയാം? ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് പറ. ശരിയാണ്. GRAMM. തെറ്റിപ്പോയി. AR ആണ് കേട്ടോ, ഞാൻ പറഞ്ഞില്ലേ തെറ്റ്. അപ്പോൾ ഗ്രാമറിൻ്റെ സ്പെല്ലിംഗ് എന്ന GRAMMAR ആണ്. ഇതിനെക്കുറിച്ചുള്ള പഠനത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഗ്രാമർ. ഓൾ ദ ബെസ്റ്റ്. നമ്മൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും വരും. ബൈ, സീ യു.